ശ്രീ മാണി സി കാപ്പൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ രമ. സർക്കാർ ആശുപത്രികൾ മരുന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. താഴെത്തട്ടിൽ മരുന്നുകൾ ലഭ്യമല്ല. സർ, അതിനൊരു കാരണം സർക്കാർ മരുന്നുകൾ വാങ്ങുന്നത് വാർഷിക ഇൻഡൻ പ്രകാരമാണ്. ഈ വാർഷിക ഇൻഡൻ പ്രകാരം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ രോഗികൾ കൂടുതലായോ എത്തുന്ന സമയത്ത് രണ്ടാമത് ആ വർഷം വാങ്ങാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെ ലോക്കൽ പർച്ചേസ് പറയുന്നുണ്ട്. പക്ഷേ ലോക്കൽ പർച്ചേസ് പലപ്പോഴും ഇൻപേഷ്യന്റ് രോഗികൾക്ക് മാത്രമാണ്. OP രോഗികൾക്ക് ലോക്കൽ പർച്ചേസിന്റെ മരുന്നുകൾ വാങ്ങാനും സാധിക്കാത്തത് മൂലം OPയിൽ വരുന്ന രോഗികൾ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ഇന്ത്യൻ പ്രകാരം മരുന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതലുള്ള മരുന്നുകൾ രോഗികൾക്ക് കൂടുതലായിട്ട് വന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന മരുന്നുകൾ കൂടുതൽ എഴുതാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഈ നിർബന്ധിതമാകുന്ന ഔദ്യോഗിക നടപടികളൊക്കെ ഭയന്ന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിനായി ആവശ്യാനുസരണം ഇൻഡന്റുകൾ നൽകുന്നതിനും അധികമുള്ള മരുന്നുകൾ അവ ആവശ്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് കൈമാറുന്നതിനും മരുന്നുകളുടെ വിതരണം സുതാര്യവും അഴിമതിരഹിതവുമാക്കുന്നതിനും സർക്കാർ തലത്തിൽ ഉതകുന്ന തരത്തിലൊരു ഏകീകൃത ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനം ആരംഭിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നിലവിൽ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഏത് ആശുപത്രിയിൽ എത്ര മരുന്നുണ്ട്, ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, അവിടെ വാർഡിലേക്ക് എത്ര എടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ്, അവിടെ വെയർഹൌസിൽ എത്രയുണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്, ഇന്റന്റിന്റെ എത്ര % അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി ഈ സമയത്ത് എവിടെ ഇരുന്നു അത് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത് DDMS എന്നാണ് സാർ അറിയപ്പെടുന്നത്. സാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു 2015-16 കാലയളവിൽ 256 കോടി രൂപയാണ് മൊത്തം മരുന്ന് പ്രൊക്യൂർ ചെയ്തതിന്റെ എമൗണ്ട് KMCL വഴി. പക്ഷേ 2023-24 ജനുവരി മാസം വരെ 554 കോടി രൂപയുടെ പ്രൊക്യൂർ ചെയ്തു. 150 കോടി രൂപയുടെയും കൂടെ നമ്മൾ പ്രൊക്യൂർ ചെയ്തതിന് ഓർഡർ കൊടുത്തു. 2024-25 നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്റന്റിന്റെ തുക 845 കോടിയാണ് സാർ. എന്തുകൊണ്ടാണത്? സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുള്ള എന്നതുകൊണ്ടാണ് സാർ. അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബഹുമാനിയായ അംഗം പറഞ്ഞത് ഈ സിസ്റ്റം സംബന്ധിച്ച ഒരു കാര്യമാണ് സാർ. സാധാരണ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഇന്റന്റ് സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ അത് പരിശോധന നടത്തി ഓരോ തവണയും ഇന്റന്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% അധികം കൂട്ടി നൽകണം എന്നുള്ളതാണ് ആശുപത്രികളോട് പറയുന്നത്. അങ്ങനെ നൽകിയ ഇന്റന്റ് ഈ ദേശീയ മത്സരാധിഷ്ഠിത ടെൻഡർ നടപടികൾ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്ത് ഓരോ കമ്പനിക്കും ഈ കമ്പനികളിൽ പോയി പരിശോധന നടത്തും ഉദ്യോഗസ്ഥർ ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായി. അതും കഴിഞ്ഞ് വരുമ്പോൾ സാർ ഇവർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് 60 ദിവസം മിനിമം എടുക്കും സാർ. 60 ദിവസം 2 മാസത്തെ സമയമാണ് എടുക്കുന്നത് സാർ. അതുകൊണ്ടാണ് വാർഷിക ഇന്റന്റ് സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളത് എന്ന നിലയിൽ നമ്മൾ പോകുന്നത്. ഒരു പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗത്തോ ഒക്കെ വെച്ചാൽ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. എന്താണ് ഇനി പുതുതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും KMCL ഇതിന്റെ ഭാഗമായി തന്നെ ആലോചിക്കുന്നുണ്ട് സാർ. PJ ജോസഫ്. സർ, കാരുണ്യ ഫാർമസികൾ ഇതിനൊരു പരിഹാരമാണ്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി തുടങ്ങാൻ നടപടി സ്വീകരിക്കും. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി തുടങ്ങുന്നു സാർ. വളരെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. എന്താണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ എങ്ങനെ സപ്ലൈ ചെയ്യും? അത് കാരുണ്യ വഴി നമുക്ക് സപ്ലൈ ചെയ്യാം. അതുകൊണ്ട് പ്രാദേശികമായി കാരുണ്യ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് 74 കാരുണ്യ ഫാർമസികളാണ് പ്രവേശിക്കുന്നത്. നമുക്കൊരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒരു കാരുണ്യ ഫാർമസി തുടങ്ങാൻ കഴിയും. തൊടുപുഴയിൽ നമുക്കത് തുടങ്ങാവുന്നതാണ് സാർ. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, കഴിഞ്ഞ UDF ഗവൺമെൻറ്റുകളുടെ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി 3 ഇരട്ടി തുക മരുന്ന് വാങ്ങുന്നതിനും ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൊരു സർക്കാരാണ് സാർ കേരളത്തിലെ LDF സർക്കാർ. സാർ എൻ്റെ ചോദ്യത്തിന് അവസരം നൽകണം. കഴിഞ്ഞ ഗവൺമെൻറ്റുകളെ UDF ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 ഇരട്ടി തുക ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും മരുന്ന് വാങ്ങുവാനും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുവാനും ചെലവഴിച്ച ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. സാർ, എന്റെ ചോദ്യം 140 കോടി രൂപ ചെലവഴിച്ച് ആലപ്പുഴയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം, അത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം എന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്ന് പറയാമോ?
സാർ, ബഹുമാന്യനായ അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച നമ്മൾ ദീർഘനാളായി ആഗ്രഹിച്ച ലക്ഷ്യം വെച്ച തീരദേശ മേഖലയിൽ വലിയ സഹായമാകുന്ന പുതിയ കെട്ടിടം വളരെ മനോഹരമായ അതിന്റെ സിവിൽ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഫർണിച്ചർ കൂടി സാർ, നിലവിലെ ആശുപത്രിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫർണിച്ചർ അവിടേക്ക് മാറ്റണ്ട എന്നുള്ളത് കരുതി പുതിയ ഫർണിച്ചറും കിഫ്ബിയുടെ ഭാഗമായി തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രൊക്യൂർമെന്റ് നടപടികൾ നടക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്ക് അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും സാർ. ശ്രീ എ കെ മാസ്റ്റർ. സർ, കോവിഡ് കാലത്ത് ഏറെ ദുരന്തം വാങ്ങിയ ഒരു മേഖലയാണ് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരക്കാർക്ക് ആശ്രയിക്കാനുള്ള ഏക ഹോസ്പിറ്റലാണ് മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കാലം മുതൽ രാത്രികാല ചികിത്സ ആ ഹോസ്പിറ്റൽ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 4 മാസമായി രാത്രികാല സേവനം ലഭിക്കാതെ ആ ഹോസ്പിറ്റൽ നിർത്തിയിരിക്കുകയാണ്. അതിനെ ബഹുമാന്യ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മംഗലാപുരത്ത് പഠിക്കുന്ന ഡോക്ടർമാർക്ക് നമ്മുടെ ഇവിടെ ഇൻ്റർവ്യൂവിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാങ്കേതിക തടസ്സമാണ് പറയുന്നത്. അവിടെ വലിയ പ്രയാസം, ഉൾഗ്രാമങ്ങളിലെ ആളുകൾക്ക് രാത്രി ഒരു ഹൃദ്രോഗം വന്നാൽ, പ്രയാസം വന്നാൽ മംഗലാപുരത്ത് ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഞങ്ങളുള്ളത്. അതൊന്ന് തുറക്കാനുള്ള നടപടികൾ കൈകൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാന്യനായ അംഗം ഈ കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആരോഗ്യ വകുപ്പ് നിരന്തരമായി അവിടെയുള്ള 8 തസ്തികകളിൽ ഡോക്ടേഴ്സിനെ നിയമിച്ചു. പക്ഷെ നിയമിച്ച ഡോക്ടേഴ്സ് PG പഠനത്തിനായി പോയിരുന്നു. ദേശീയ ആരോഗ്യ ദൗത്യം വഴി ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിന് പലതവണ ശ്രമിച്ചു, പല ഇന്റർവ്യൂവും നടത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് മുതൽ അവിടെ രാത്രികാല ചികിത്സ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് ഈ KMCSL-ൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യം ആ സിസ്റ്റം ഫെയിൽ ചെയ്തു എന്നുള്ളതാണ്. സാർ, അത് പരിശോധിച്ചാൽ മനസ്സിലാവും. CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു ടെസ്റ്റ് പീരീഡിൽ 67 ആശുപത്രികളിൽ അവർ നടത്തിയ പരിശോധനയിൽ 62,826 സന്ദർഭങ്ങളിൽ മരുന്നുകൾ ലഭ്യമായില്ല എന്നാണ്. ഇതിൽ ചില അവശ്യ മരുന്നുകൾ 1745 ദിവസം വരെ ലഭ്യമാകാതെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർ, 4732 മരുന്നുകൾക്ക് ആശുപത്രികൾ ഇൻഡന്റ് നൽകിയെങ്കിലും 536 ഇനങ്ങൾക്ക് മാത്രമാണ് ഓർഡർ കൊടുത്തത്. 1085 ഇനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടേ ഇല്ല. സർ, ഓർഡർ ചെയ്ത മരുന്നുകൾ 60 ദിവസത്തിനുള്ളിൽ നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ 81% ഓർഡറുകളിലും ഈ കാലയളവിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. ചില കമ്പനികൾ 988 ദിവസങ്ങൾ വരെ കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആ സിസ്റ്റം ഫെയിൽ ചെയ്തു. നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ്, നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് C&AG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. ഇവിടെ മരുന്നുകൾ ഇല്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, രോഗികൾ റിപ്പോർട്ട് ചെയ്തു, ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരുന്നില്ല, മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് ഈ മന്ത്രി മാത്രമാണ്. സാർ, മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം മരുന്ന് കമ്പനികൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ട്. KMCS ധാരാളം കോടിക്കണക്കിന് രൂപ അവർ പ്രോപ്പറായിട്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണമായിരിക്കും. ഇത് ഉൾപ്പെടെയുള്ള ഈ സിസ്റ്റം മുഴുവൻ തകർന്ന് അവശ്യ മരുന്നുകൾ ലഭ്യമല്ലാത്ത ഈ സ്ഥിതി പരിഹരിക്കാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് C&AG-യുടെ ഒരു കരട് റിപ്പോർട്ട് സംബന്ധിച്ച് C&AG സംസ്ഥാന സർക്കാരിനോട്, ആരോഗ്യ വകുപ്പിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസ്ഥാന നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സർ, അവരുടെ ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് ഇതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഇതുപോലെയുള്ളൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് മരുന്ന് പ്രൊക്യൂർമെന്റ് യഥോചിതം ശരിയാവണ്ണം നടത്തിയ സംസ്ഥാനം കേരളമാണ്. സർ, ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നിന്റെ പ്രൊക്യൂർമെന്റ് സംബന്ധിച്ച എമൗണ്ട് UDF LDF കാലത്തിന്റെ താരതമ്യത്തിന് മാത്രമല്ല സർ. അന്ന് എത്ര മോളിക്യൂളായിരുന്നു പ്രൊക്യൂർ ചെയ്തത്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ 1400 മരുന്ന് ഇന്റന്റ് ചെയ്തപ്പോൾ ഇത്ര മരുന്നുകളാണ് കൊടുത്തത്. സർ, അത് ഈ വർഷങ്ങളിൽ ഇപ്പൊ 2014-15 കാലയളവിൽ 350 മാത്രം മോളിക്യൂൾസ് ആണ് സർ അന്ന് അവിടെ കൊടുത്തിരുന്നത്. സർ, അവിടെയാണ് ഇത്രയും അധികം കൂടുതൽ മരുന്നുകൾ ഓരോ വർഷം ചെല്ലും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മരുന്നുകൾ ഇത്തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട മരുന്നുകൾ ഓരോ വർഷവും അതിന്റെ എണ്ണം കൂടി വരികയാണ്. നോൺ ബിഡർ ഐറ്റംസ് ഉണ്ടാകും, പക്ഷെ പരമാവധി ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. സാർ, അതിന് എന്തുകൊണ്ടാണ് സംസ്ഥാന
ഇപ്പോൾ DHSന് കീഴിലുള്ള ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ 7 വർഷം മുൻപ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല സർ. കാർഡിയോളജി ഉണ്ടായിരുന്നില്ല, ന്യൂറോളജി ഉണ്ടായിരുന്നില്ല, സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോവുകയാണ് സർ. ആ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മാറിയിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ അന്ന് 7 വർഷം മുൻപ് വേണ്ടിയ മരുന്നുകളല്ല ഇപ്പോൾ അവിടെ വേണ്ടത്. സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽ ആ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ മോളിക്യൂൾസ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ. അത് പരമാവധി അത് ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കും. അതിൽ വരുന്ന സർ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ, അത് പ്രതിപക്ഷത്തിൻ്റെതാണെങ്കിലും ആ നിർദ്ദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റംഗങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം സർ.